നിയമസഭാ വോട്ടെടുപ്പിന്റെ നിശ്ചിത സമയം കഴിഞ്ഞും മണിക്കൂറുകളോളം വോട്ടെടുപ്പ് നീണ്ടുപോയത് തിരൂർ പറവണ്ണയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായി. വെട്ടം പഞ്ചായത്തിലെ 110 നമ്പർ ബൂത്തിലാണ് രാത്രി 9 മണിവരെ പോളിംഗ് നീണ്ടത്. 6 മണിക്ക് അവസാനിക്കേണ്ട വോട്ടെടുപ്പ് 3 മണിക്കൂറിലധികം വൈകിയാണ് പൂർത്തിയായത്. ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വോട്ടെടുപ്പ് വൈകിപ്പിച്ചതാണെന്ന് ആരോപിച്ച് വോട്ടർമാരും രാഷ്ട്രീയ പ്രവർത്തകരും രംഗത്തെത്തി. ആകെ 1264 വോട്ടർമാരുള്ള ഈ ബൂത്തിൽ രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങിയപ്പോൾ തന്നെ മെഷീന്റെ പ്രവർത്തനങ്ങളിൽ വേഗത കുറവ് അനുഭവപ്പെട്ടിരുന്നതായി വോട്ടർമാർ ആരോപിക്കുന്നു. വൈകുന്നേരം 6 മണിക്ക് ശേഷവും 240-ലധികം ആളുകൾ വോട്ട് ചെയ്യാനുണ്ടായിരുന്നു. അവസാന നിമിഷം എത്തിയ 30ഓളം പേർക്ക് വോട്ട് ചെയ്യാൻ സാധിച്ചില്ലെന്നും പരാതിയുണ്ട്. ഗേറ്റ് പൂട്ടിയതിനെ തുടർന്ന് വോട്ട് ചെയ്യാനാകാതെ മടങ്ങിയവർ വില്ലേജ് ഓഫീസറെ കണ്ട് പ്രതിഷേധം അറിയിച്ചു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വോട്ടർമാരുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടതും 47ഓളം ഓപ്പൺ വോട്ടുകൾ ചെയ്യേണ്ടി വന്നതുമാണ് കാലതാമസത്തിന് കാരണമായതെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. എന്നാൽ സമാനമായ രീതിയിൽ ഓപ്പൺ വോട്ടുകൾ നടന്ന തൊട്ടടുത്ത ബൂത്തുകളിൽ ഇത്തരത്തിൽ കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. UDFന് വലിയ സ്വാധീനമുള്ള ബൂത്തിൽ ബോധപൂർവം വോട്ടെടുപ്പ് തടസ്സപ്പെടുത്താൻ ശ്രമം നടന്നതായി സംശയിക്കുന്നതായും വോട്ടർമാർ. രാത്രി 9 മണിയോടെ അവസാന വോട്ടറും വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് ഉദ്യോഗസ്ഥർ നടപടികൾ പൂർത്തിയാക്കി മടങ്ങിയത്. ഈ ചാനൽ ന്യൂസ് തിരൂർ. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.